ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുന്നതിലൂടെയല്ല, മറിച്ച് ധൈര്യത്തോടെയും ജ്ഞാനത്തോടെയും ആത്മനിയന്ത്രണത്തോടെയും അതിനെ നേരിടുന്നതിലൂടെയാണെന്ന് സ്റ്റോയിസുകൾ പഠിപ്പിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റാനും സ്വയം പ്രാവീണ്യം നേടാനും നിങ്ങളെ സഹായിക്കുന്ന 10 ശക്തമായ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്റ്റോയിക് പാഠങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ അംഗീകരിക്കുക. ജീവിതം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ, ഭൂതകാലവും ഭാവിയിലെ ചില സംഭവങ്ങളും പോലും. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും ആന്തരിക സമാധാനം കണ്ടെത്താൻ കഴിയുന്നതെല്ലാം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നത്. പാഠം 2. സ്വയം അച്ചടക്കം പരിശീലിക്കുക. അച്ചടക്കം എന്നത് സ്റ്റോയിസിസത്തിന്റെ ഒരു മൂലക്കല്ലാണ്. അത് അസ്വസ്ഥതയുണ്ടാകുമ്പോഴും ശരിയായത് ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. സന്തോഷം നിഷേധിക്കുക എന്നല്ല, മറിച്ച് നമ്മുടെ പ്രേരണകളെ നിയന്ത്രിക്കുക എന്നതാണ്. അച്ചടക്കമുള്ള മനസ്സ് ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് മുക്തമാണ്. പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ ശക്തവും പൂർണ്ണമായും ജീവിക്കാൻ നന്നായി തയ്യാറാകുക. പാഠം 3. സ്റ്റോയിക്സിലേക്ക്. ഒരു അധ്യാപകനായി കഷ്ടപ്പാടുകൾ സ്വീകരിക്കുക. കഷ്ടപ്പാടുകൾ ഒരു ശത്രുവല്ല, മറിച്ച് ശക്തമായ ഒരു അധ്യാപകൻ. വെല്ലുവിളികൾ നമ്മുടെ പരിധികളും ശക്തികളും നമ്മെ കാണിക്കുകയും അസ്വസ്ഥത ഒഴിവാക്കുന്നതിനു പകരം നമുക്കെവിടെ വളരാനാകുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരുമാകുക. കൂടുതൽ കരുത്തുറ്റവരാകുക. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പാഠങ്ങൾ പലപ്പോഴും ഏറ്റവും വലിയ വളർച്ച നൽകുന്നു. പാഠം 4. ലക്ഷ്യത്തോടെ ജീവിക്കുക. ലക്ഷ്യത്തോടെ ജീവിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദിശയും അർത്ഥവും നൽകുന്നു. പ്രശസ്തിക്കോ ഭാഗ്യത്തിനോ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മൂല്യങ്ങളുമായി നമ്മുടെ പ്രവർത്തനങ്ങളെ വിന്യസിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും മികച്ച വ്യക്തികളാകാൻ. സ്റ്റോയിക്കുകൾ മികവ് പിന്തുടരുന്നതിൽ വിശ്വസിച്ചു. നമുക്ക് വ്യക്തതയും പ്രചോദനവും ആഴത്തിലുള്ള പൂർത്തീകരണ ബോധവും നേടാം. പാഠം 5. നമ്മുടെ ശ്രദ്ധയാൽ നമ്മുടെ ജീവിതം രൂപപ്പെടുന്ന നിമിഷത്തിൽ സന്നിഹിതരായിരിക്കുക. എന്നിട്ടും നമ്മൾ പലപ്പോഴും അത് ഭൂതകാല ഖേദങ്ങളിലേക്കോ ഭാവിയിലെ ആശങ്കകളിലേക്കോ വഴുതി വീഴാൻ അനുവദിക്കുന്നു. വർത്തമാനകാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്റ്റോയിക്കുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അവിടെയാണ് നമ്മുടെ ശക്തി സ്ഥിതി ചെയ്യുന്നത്. വർത്തമാന നിമിഷം നാം സമാധാനം കണ്ടെത്തുന്നിടമാണ്. നടപടിയെടുക്കുകയും പൂർണ്ണമായും ജീവിക്കുകയും ചെയ്യുക. പാഠം 6. അംഗീകാരത്തിന്റെ ആവശ്യകത ഉപേക്ഷിക്കുക. നമ്മളിൽ പലരും അംഗീകാരം തേടി നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നു. പക്ഷേ സ്റ്റോയിസിസം പഠിപ്പിക്കുന്നത് യഥാർത്ഥ പൂർത്തീകരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നില്ലെന്നാണ്. സാധൂകരണത്തിന്റെ ആവശ്യകത ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പകരം നമ്മുടെ മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആധികാരികമായി ജീവിക്കാൻ നമ്മൾ സ്വയം സ്വതന്ത്രരാകുന്നു. നമുക്ക് യഥാർത്ഥ ആത്മവിശ്വാസം ലഭിക്കും. പാഠം 7. ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലാക്കുക. മരിക്കണമെന്നത് ഓർമ്മിക്കുക എന്നത് ജീവിതം ചെറുതാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. സ്റ്റോയിക്കുകൾ ഇതിനെ രോഗാതുരമായി കണ്ടില്ല, മറിച്ച് ജീവിതമെന്നറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ആഹ്വാനമായിട്ടാണ് ഇതിനെ കണ്ടത്. താൽക്കാലികമെന്നത് നമ്മെ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉദ്ദേശത്തോടെയും നന്ദിയോടെയും ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പാഠം 8. ആന്തരിക സമാധാനം വളർത്തിയെടുക്കുക. വസ്തുക്കളിലോ മറ്റുള്ളവരിലോ സമാധാനം കണ്ടെത്തുന്നില്ല, അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നത് ബാഹ്യ സുഖസൗകര്യങ്ങളിലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ആന്തരിക ശക്തിയിലാണ്. നിരന്തരമായ ഉത്തേജനത്തിന്റെയും ഭൗതിക സമ്പത്തിന്റെയും ആവശ്യകതയിൽ നിന്ന് വേർപെടുത്തി ബാഹ്യശക്തികൾക്ക് ശല്യപ്പെടുത്താൻ കഴിയാത്ത ഒരു ശാന്തത നാം കണ്ടെത്തുന്നു. പാഠം 9. അനുകമ്പയും ധാരണയും. പലപ്പോഴും കാഠിന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും സ്റ്റോയിസിസം ദയയെയും അനുകമ്പയെയും വിലമതിക്കുന്നു. നാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലൂടെ നാം മറ്റുള്ളവരെ കഠിനമായി വിധിക്കുന്നതിനു പകരം നമ്മെത്തന്നെ ഉയർത്തുന്നുവെന്നും സ്റ്റോയിക്കുകൾ വിശ്വസിച്ചു. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് സഹാനുഭൂതി വളർത്തുകയും ശക്തമായ ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. പാഠം 10. ദൈനംദിനം നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ രാത്രിയും അവരുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു മാർഗമായി ദൈനംദിന പ്രതിഫലനത്തിൽ വിശ്വസിക്കുന്ന സ്റ്റോയിക്കുകൾ എന്റെ തത്വങ്ങൾക്കനുസൃതമായി ഞാനിന്ന് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കുറച്ച് നിമിഷങ്ങളെടുക്കൂ. ഈ ലളിതമായ ശീലം എനിക്കെവിടെ മെച്ചപ്പെടുത്താൻ കഴിയും സ്വയം അവബോധം വളർത്തുകയും
ദിനംപ്രതി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്റ്റോയിക് ജീവിതത്തെ കടന്നുപോകേണ്ട ഒന്നായി കണ്ടില്ല, മറിച്ച് ഈ പാഠങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് പ്രാവീണ്യം നേടേണ്ട ഒന്നായി കണ്ടു. ആന്തരിക ശക്തി, പ്രതിരോധശേഷിയും ജ്ഞാനവും വികസിപ്പിക്കാൻ കഴിയും. ജീവിതം എങ്ങനെയൊക്കെ തള്ളി നീക്കിയാലും നന്നായി ജീവിക്കുക. യാത്ര പൂർണ്ണതയല്ല, പുരോഗതിയുടേതാണെന്ന് ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയെങ്കിൽ ഒരു ലൈക്ക് നൽകാനും കൂടുതൽ ഉൾക്കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് നന്ദി.